അന്യായ സ്ഥലം മാറ്റമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടെ കുഴഞ്ഞു വീണുള്ള മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ. അപകടത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നമുള്ള ദീപയെ സ്ഥലം മാറ്റരുതെന്ന് അപേക്ഷിച്ചിട്ടും കണ്ണൂർ ഡിഎംഒയുടെ ഭാഗത്തുനിന്ന് കരുണയുണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്ന് എൻജിഒ യൂണിയൻ വ്യക്തമാക്കി. കണ്ണൂർ ചൊക്ലി FHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയാണ് സ്ഥലംമാറ്റ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ദീപാലേഖ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ട്രെയിനിൽ നിന്ന് വീണുണ്ടായ അപകടത്തെ തുടർന്ന് ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിനാൽ സ്ഥലം മാറ്റരുതെന്ന് അപേക്ഷ നൽകിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. മറ്റന്നൂരേക്ക് ആദ്യം മാറ്റം ഉണ്ടായി, അതിനുശേഷം പിന്നെ റിക്വസ്റ്റൊക്കെ കൊടുത്ത് ചൊക്ലിയിലേക്കാക്കി. അത് ചൊക്ലിയില്ല, പിണറായിക്കായി എന്ന് പറഞ്ഞു. അതിൻ്റെ വിഷമം ഉണ്ടായിന്ന് ഇന്ന് തോന്നുന്നു. അവിടെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. നമ്മളവിടെ സ്ഥലത്തില്ല. ക്രെയിൻ തട്ടിയിട്ട് ചെരിഞ്ഞ് വീണപ്പോൾ അപ്പോൾ കാലിന് വീണ് അങ്ങനെ ഫ്രാക്ചറായത്. നടക്കാനൊക്കെ 2 മാസത്തിലധികമായി വീട്ടിൽ റെസ്റ്റായിരുന്നു. ഫിസിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ശരിയായിട്ട് വന്നത്. തിങ്കളാഴ്ചയാണ് ദീപാലേഖ പഞ്ചായത്ത് യോഗം നടക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ദീപാലേഖയുടെ മരണത്തിനിടയാക്കിയത് അന്യായ സ്ഥലം മാറ്റമാണെന്ന് എൻജിഒ യൂണിയൻ ആരോപിച്ചു. പ്രതിഷേധ സൂചകമായി കണ്ണൂർ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ യൂണിയൻ നേതൃത്വത്തിൽ 1 മണിക്കൂർ പണിമുടക്കി. കൈരളി ന്യൂസ്, കണ്ണൂർ.